ഹായ് ഓൾ, വെൽക്കം ടു CC+. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കൂട്ടക്ഷരങ്ങൾ. ഇപ്പം എല്ലാവർക്കും ഇന്ന് നമുക്ക് കൂട്ടക്ഷരങ്ങൾ നോക്കിയാലോ? അപ്പം എല്ലാവരും ബുക്ക് എടുത്തിട്ട് എഴുതി തന്നെ വെക്കണം കേട്ടോ. എങ്ങനെയാണ് കൂട്ടക്ഷരങ്ങൾ വരുന്നത് ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും എഴുതാൻ റെഡി ആയിക്കോ? ആദ്യമേ ഹെഡിങ് എഴുതണം കേട്ടോ. കൂട്ടക്ഷരങ്ങൾ. അപ്പം നമുക്ക് ഒത്തിരി കൂട്ടക്ഷരങ്ങളുണ്ട്. നമ്മളിപ്പം അത്യാവശ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട കുറേ അക്ഷരങ്ങളുണ്ട്. നമ്മളൊരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കൂട്ടക്ഷരമാണ് ക. നമ്മൾ വ്യഞ്ജനാക്ഷരം കായ ഉണ്ടല്ലോ, ക. അതിന് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണം, ഇച്ചിരി ദേഷ്യത്തോടെയൊക്കെ കേട്ടോ. ദേഷ്യത്തോടെയൊക്കെ നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് കൂട്ടക്ഷരത്തിലെ ഖ വരുന്നത്. നമ്മൾ കാ ഖ എന്നല്ലല്ലോ, കാക്ക എന്നല്ലേ പറയുന്നത്, കാക്ക. അപ്പൊ നമ്മൾ എന്താണ്, വ്യഞ്ജനാക്ഷരത്തിനെ ഇച്ചിരി സ്ട്രെസ് ചെയ്ത് പറയാം, ഇച്ചിരി ദേഷ്യത്തോടെയൊക്കെ. മലയാളത്തിനോടുള്ള ദേഷ്യം നമ്മൾ കാണിക്കരുത് കേട്ടോ. ഒരു ഇച്ചിരി ദേഷ്യത്തോടെയൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഖ എന്ന് കിട്ടും. ഇതെങ്ങനെയാ നമുക്ക് കൂട്ടക്ഷരം വരിക? അത് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? എങ്ങനെയാ വരുന്നേ? ക ക ക ചന്ദ്രകല ഇട്ടിട്ടുണ്ട്. ക അധികം ക. കണ്ടോ? ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഖ. ക അധികം ക, അല്ലെങ്കിൽ നമ്മൾ പ്ലസ് പറയാം. ക പ്ലസ് കായാണ് നമുക്ക് ഖ കിട്ടുന്നത്. അതേപോലെ ഇനി അടുത്ത അക്ഷരം നോക്കിക്കേ, ഘ. കണ്ടോ? എഴുതിയത് കണ്ടോ? എങ്ങനെ എഴുതിയത്? ഇങ്ങനെ എടുത്ത് അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ച് പുറത്തേക്ക് എടുത്തു. കണ്ടോ? ഇത് ഏതൊക്കെ അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാ? ങ പ്ലസ് ക. കണ്ടോ? ങ പ്ലസ് ക ചെയ്യുമ്പോഴേ നമുക്ക് ഘ കിട്ടുക അല്ലേ? ഘ ഘ. ഇനി അടുത്തത് നോക്കിക്കേ, ഖ ഘ ങായാണ് അടുത്തത്. ങ. ഇത് ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നതാണ്? ങ ങ പ്ലസ് ങ, അല്ലെങ്കിൽ ങ അധികം ങ. സെയിം അക്ഷരങ്ങളാണല്ലേ, ഒരേ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ങ ഒരേ അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ വെച്ചിട്ടും നമ്മൾ എഴുതുന്നുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് അക്ഷരങ്ങളാണല്ലേ, ഇവിടെ ഒരേ അക്ഷരങ്ങൾ. അപ്പൊ ഇവിടെ നോക്കിയേ, ഖ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരു വാക്ക് പറഞ്ഞേ. ഏതാ വാക്ക് പറയാ? കാക്ക. കാക്ക. ഇനി ഘ വെച്ചിട്ടാണെങ്കിലോ, ഘ വെച്ചിട്ട് പങ്കായം. പങ്കായം അല്ലേ? പങ്കായം. നമ്മൾ വള്ളമൊക്കെ തുഴയാൻ വേണ്ടി എടുക്കൂലേ, പങ്കായം. ഇനി ങ നോക്കിക്കേ, മാങ്ങ. മാങ്ങ. അതേപോലെ നമ്മൾ തേങ്ങ, ഇതൊക്കെ പറയൂലേ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ അക്ഷരങ്ങൾ. പഠിച്ചു വെച്ചോളാം കേട്ടോ. ആദ്യത്തെ ലൈൻ ഇതാണ്, ഖ ഘ ങ. ഇനി നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ എന്താ പറഞ്ഞു തരിക? ഇക്ക ഇങ്ക ഇങ്ങ. അത് നമ്മളെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാ. നമുക്കിപ്പോൾ ഒരു ഫ്ലോയിൽ പറയണമല്ലോ. നമ്മളിപ്പോൾ ഖ ഘ ങ, അത് നമുക്ക് ചിലപ്പം ഡൗട്ട് വരും ചില കുട്ടികൾക്ക്. ചിലർ നന്നായിട്ട് പറയും, ചിലർക്ക് ഡൗട്ട് വരും. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയാണ് ഖ ഇങ്ക ഇങ്ങ എന്ന് പറഞ്ഞു വെക്കും. പക്ഷെ നമ്മൾ വായിക്കുമ്പം ക ഇക്ക എന്നല്ല വായിക്കുന്നത്. നമ്മൾ എങ്ങനെ വായിക്കുന്നത്? ക ഖ എന്നാണ് വായിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇക്ക ഇങ്ക ഇങ്ങ എന്ന് പഠിച്ചു വെക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത അക്ഷരം നോക്കിയേ, ഖ ഗ ങ കഴിഞ്ഞു. ഇനി നമ്മൾ ഛ. ഛ എഴുതിയിട്ട് എന്താണ് അത്? ഛ എഴുതി ഇങ്ങനെ കൊടുക്കുക. ഛ. പൂച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതെങ്ങനെയാ നമുക്ക് ഈ അക്ഷരം കിട്ടിയിരിക്കുന്നത്? എങ്ങനെയാ? ഛ പ്ലസ് ഛ. ഛ പ്ലസ് ഛായാണ് നമുക്ക് ഛ കിട്ടിയിരിക്കുന്നത്. ഇനി അതേപോലെ അടുത്ത് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഓർഡറിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. കച്ചടത്തപ്പ ഓർഡർ ഇല്ലേ? കച്ചടത്തപ്പ. ആദ്യം നമ്മൾ ക വെച്ചിട്ടുള്ളത് പഠിച്ചു. ഇനി ച വെച്ചിട്ട് നമുക്ക് അടുത്തത് വരികയാണ് ഝ. ഇത് ഏതൊക്കെയാ? ഞ പ്ലസ് ചായാണ് വരുന്നത്. ഞ പ്ലസ് ച. കണ്ടോ? രണ്ട് വ്യത്യസ്തമായ അക്ഷരങ്ങൾ. ഞ പ്ലസ് ച അല്ലെങ്കിൽ ഞ അധികം ച. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന അക്ഷരമാണ് ഞ. നമ്മുടെ
വ്യഞ്ജനാക്ഷരത്തിലെ ഞായിൽ ഒരു റൗണ്ടും കൂടി നമുക്ക് വരിക ഞ. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? ഞ പ്ലസ് ഞ. കണ്ടോ? അപ്പൊ ഇതാണ് നമുക്ക് വരുന്നത്. ഇനി നോക്കി ഇത് വെച്ചിട്ട് ഓരോ വാക്കുകൾ പറഞ്ഞേ. ച വെച്ചിട്ട് ഏതാ വാക്ക് വരണേ? പൂച്ച. കണ്ടോ? പൂച്ച. അടുത്ത് നോക്കി ജ വെച്ചിട്ട് ഇഞ്ചി. ഇഞ്ചി. ജിഞ്ചർ അല്ലേ? ഇഞ്ചി. ഞാ വെച്ചിട്ടോ മഞ്ഞ. മഞ്ഞ. യെല്ലോ അല്ലേ? അപ്പൊ നോക്കിയേ പൂച്ച ഛ ഝ ഇഞ്ചി ഞ മഞ്ഞ. അപ്പൊ മറന്നു പോവാതെ എല്ലാരും എഴുതി വെക്കണം കേട്ടോ. ഛ ഝ ഞ. ഇനി അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പൊ ദേ കാ കഴിഞ്ഞു, ച കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ്? ടായാണ് കേട്ടോ. ഠ. കണ്ടോ? നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിന് നമ്മൾ ഇച്ചിരി സ്ട്രെസ് ചെയ്ത് പറയാണ് ഠ. അപ്പൊ നോക്കിയേ ഠ എങ്ങനെയാ വരുന്നേ? ട് പ്ലസ് ഠ. ഉണ്ടോ? ട് പ്ലസ് ഠ. ഇതാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ ഏത് പറയണം? ഒട്ടകം. കണ്ടോ? ഒട്ടകം. നമുക്ക് ഒട്ടകം ഠ. ഒട്ടകം. ഇനി ഇത് കഴിഞ്ഞിട്ടോ ഢ. ഢ വരും. ഇത് ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നതാ? ന പ്ലസ് ഢ. ന പ്ലസ് ഢ ആണ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ചെണ്ട. ചെണ്ട. നമ്മൾ പഠിച്ചിട്ടില്ലേ? ചെണ്ടയൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കി ട് പ്ലസ് ടാ വന്നപ്പോ ഠ. ഒട്ടകം. ന പ്ലസ് ടായാണ് ഠ. ഠ ഢ. ചെണ്ട. ഇനി അടുത്ത ഏതായിരുന്നു? ഠ ഢ ന. 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 നോക്കിയേ ഒരു നാ എഴുതി, അതിന്റെ അടിയിൽ അടുത്ത നായും കൂടെ എഴുതി. ഇത് ഏതാണ്? ന പ്ലസ് നായാണ് അല്ലെ? അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും അല്ലെ അക്ഷരം? ന പ്ലസ് നായാണ്. നമുക്ക് എന്ത് എഴുതാം? കണ്ണൻ. നമുക്ക് കണ്ണൻ അല്ലെ? കണ്ണ് എന്നൊക്കെ എഴുതാൻ. കണ്ടോ? ക ന ന ഇൻ കണ്ണൻ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഇനി എളുപ്പത്തിന് പറയാൻ വേണ്ടി എങ്ങനെയാണ്? ഖ ഇങ്ക ഇങ്ങ, ഇച്ച ഇഞ്ച ഇഞ്ഞ, ഇട്ട ഇണ്ട ഇണ്ണ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഖ ഘ ങ, ഛ ഝ ഞ, ഠ ഢ ണ. കണ്ടോ? അപ്പൊ ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഒട്ടകം. ഇത് വെച്ചിട്ട് ഒരു വാക്ക് പഠിച്ചു വെക്കണം. ഒട്ടകം, ചെണ്ട, കണ്ണൻ. കേട്ടോ? മറന്നു പോകരുതേ. അടുത്തത് നോക്കി. അടുത്തത് ഏതാണ്? ക ഛ ഡ കഴിഞ്ഞു. ഇനി നമ്മൾ താ വെച്ചിട്ടാ. ഥ. ഇതേതാണ്? എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? ഒരു തായും അടുത്ത തായും. നോക്കി. ത പ്ലസ് ത. എല്ലാവരും ഒപ്പം എഴുതണം കേട്ടോ. ത പ്ലസ് തായാണ് അല്ലേ? ഥ. നമ്മൾ എന്തോ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ എളുപ്പത്തിന്. തത്ത. തത്ത. തഥ. തഥ എന്നല്ലല്ലോ നമ്മൾ പറയുന്നേ. ത ഥ. അപ്പൊ അവിടെ സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയാം അല്ലേ? തായിനെ സ്ട്രെസ് ചെയ്ത് പറയാം. ഇനി അടുത്ത് നോക്കിയേ. ത കഴിഞ്ഞിട്ട് എന്താണ്? ധ. ധ. ന പ്ലസ് ത. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നേ? പന്ത്. പന്ത്. അതേപോലെ അടുത്ത് നോക്കിയേ. ധ ധ ന. നമ്മൾ എങ്ങനെ എഴുതും? ന പ്ലസ് നായാണ്. ന അല്ലെങ്കിൽ ന എന്ന് നമ്മൾ പറയും. നോക്കിയേ. ഇത് വെച്ചിട്ട് മിന്നൽ. ന ന മിന്നൽ. ന. നമ്മൾ നായനെ സ്ട്രെസ് ചെയ്ത് പറയാം. മിന്നൽ. നോക്കിയേ. തത്ത, പന്ത്, മിന്നൽ. ധ ധ ന അല്ലേ? സ്ട്രെസ് ചെയ്ത് പറയാം. ധ ധ ന എന്ന് പറയാം. നോക്കിയേ. തത്ത, പന്ത്, മിന്നൽ. അടുത്ത് നോക്കിയേ. കചട തായായി അല്ലേ? ക ച ഠ തായായി. ഇനി നമുക്ക് ഏതാ വരണ്ടേ? പായാണല്ലേ വരണ്ടേ? പാ. ആദ്യം പാ എഴുതിയിട്ട് എന്താ ഇവിടെ ഉണ്ടോ? മേളിൽ ഇങ്ങനെ ഒരു ചെറിയ പായും കൂടെ അതിനോട് ചേർന്ന് എഴുതുക. കണ്ടോ? ഒരു പാ എഴുതി അതിന് മേളിൽ എഴുതാം. അപ്പൊ ഇതെന്താണ്? പ അധികം പായാണ് കേട്ടോ. നമുക്ക് എന്തെഴുതാം? പപ്പടം. പപ്പടം. പ ഭ ഡം. ഇനി പ കഴിഞ്ഞിട്ട് ഏതാ വരിക? ഭ. ഭ വരും അല്ലേ? മ പ്ലസ് പായാണ് അല്ലേ? മ പ്ലസ് പായാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഏതാ വാക്ക് എഴുതുക? പമ്പരം. പമ്പരം. ഭ. പമ്പരം. ഇനി ഭ ഭ മ.
അമ്മ. നമ്മൾ മായനെ സ്ട്രെസ് ചെയ്ത് പറയും. ഇത് വെച്ചിട്ട് എല്ലാവർക്കും വാക്കറിയാം. എല്ലാവരും മലയാളം പഠിക്കുമ്പോൾ ആദ്യമേ പഠിക്കുന്നതാണല്ലേ. ഏതാ വാക്ക്? ഏതാ? അമ്മ. 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 അതേപോലെ നമുക്ക് ഒരെണ്ണം കൂടെ പറഞ്ഞേ, കമ്മൽ. കണ്ട? അമ്മ. നോക്കി, ഭ ഭ മ. ഇനി അടുത്ത അക്ഷരം ഏതാ? നമുക്ക് ക കഴിഞ്ഞു, ച കഴിഞ്ഞു, ട കഴിഞ്ഞു, ത കഴിഞ്ഞു, പ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ വരണേ? യ വരണോ അല്ലേ? യ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതാ? ല. ല. വ. നോക്കിയേ, യ. യ പ്ലസ് യാണ്. കണ്ടോ? നെയ്യപ്പം. കണ്ടോ? നെയ്യപ്പം. നെയ്യപ്പം. ഇനി ല വരുമ്പോ എങ്ങനെയാണ്? ല പ്ലസ് ലായാണ്. ല പ്ലസ് ലായാണ്. നമുക്ക് പല്ല്. പല്ല്. പല്ല് ഓർത്ത് വെക്കണം കേട്ടോ. നെയ്യപ്പം എല്ലാവരും യാ ഓർത്ത് വെക്കും. കാരണം നെയ്യപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അല്ലേ. യാ, നെയ്യപ്പം. പല്ല്. വാ വെച്ചിട്ട് നോക്കിയേ, വ പ്ലസ് വായാണ്. വാ വവ്വാൽ. വവ്വാൽ. കണ്ടോ എങ്ങനെയാ വവ്വാൽ എന്ന് എഴുതുന്നേ? നമ്മൾ വവ്വാൽ എന്ന് പറയല്ലേ, വവ്വാലാണല്ലേ. വവ്വാൽ. നോക്കിയേ, യ ല വ. ഇനി നമ്മൾ നോക്കുന്ന ഏതാണ്? ട. ട എന്ന് പറയുമ്പോ ഏതാണ്? റ പ്ലസ് റായാണല്ലേ. റ പ്ലസ് റ. നമുക്ക് കാറ്റ്. പാറ്റ. പാറ്റ. കണ്ടോ? ട വെച്ചിട്ട് റ പ്ലസ് റായാണ്, ട എന്ന് പറയും. ഇനി അടുത്തത് ഢ. കണ്ടോ? ഇത് എന്തൊക്കെ അക്ഷരങ്ങളാണ് വരുന്നത്? ന പ്ലസ് റായാണ്. നമ്മൾ എൻ്റെ, എൻ്റെ. അതേപോലെ നിന്റെ എഴുതൂലേ? കണ്ടോ? ച ജ. ഇനി എന്താണ്? ക്ഷായാണുള്ളത്. ക പ്ലസ് ഷ അല്ലേ. ഇക്ഷ. അത് വെച്ചിട്ട് നമ്മൾ എന്താ എഴുതുന്നേ? പക്ഷി. അതേപോലെ നോക്കിയേ, വൃക്ഷം. വൃക്ഷം. പക്ഷി, വൃക്ഷം. ഇനി ഇത് കൂടാതെ നമുക്ക് കുറെ അക്ഷരങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെ അക്ഷരങ്ങൾ വരും? ഇപ്പൊ നമുക്ക് ഇതൊരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കാം. നോക്കിയേ, ഇത് കൂടാതെ ഒരു അക്ഷരം കൂടെ വരുന്നുണ്ട്. നോക്കിയേ, ഞ പ്ലസ് ജ. ഞ പ്ലസ് ജ. നമുക്ക് ഇതിന്റെ ഇക്ഷയുടെ കൂടെ തന്നെ പറയാം. ഞ പ്ലസ് ജ എന്താ വരിക? എങ്ങനെ എഴുതുന്നേ? ഇത് കണ്ടോ, ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ജ. നമ്മൾ ച ജ എന്ന് പറയുന്ന ഒരേ അക്ഷരമാണ്. പക്ഷെ ഇത് വെച്ച് നമുക്കൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ ഏത് പറയണം? അഞ്ജലി. അഞ്ജലി എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടോ? അഞ്ജലി. നോക്കിയേ, അപ്പൊ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഓർഡറിലല്ല എഴുതാം. നോക്കിയേ, ഓർഡറിൽ എഴുതാൻ പോവാണേ. അപ്പൊ എല്ലാവരും ആ ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതണം. ഖ ഘ ങ ഛ ജ ഞ ട ഢ ണ ത ധ ഞ പ ഭ മ യ ല വ ച ജ ഷ ജ. കണ്ടോ? നോക്കിയേ, ക ഘ ങ ച ജ ഞ ട ഢ ണ ത ധ ന ഭ ഭ മ യ ല വ ച ഢ ക്ഷ ജ. ഇനി ഇത് എളുപ്പത്തിൽ പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെ പറയുന്ന അറിയോ? ഇക്ക ഇങ്ക ഇങ്ങ, ഇച്ച ഇഞ്ച ഇഞ്ഞ, ഇട്ട ഇണ്ട ഇണ്ണ, ഇത്ത ഇന്ത ഇന്ന, ഇപ്പ ഇമ്പ ഇമ്മ, ഇയ്യ ഇല്ല ഇവ്വ, ഇറ്റ ഇൻഡ ഇക്ഷ ഇഞ്ഞ. അങ്ങനെയും പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സ്. നമ്മളെ പറയാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്പീഡിൽ പറഞ്ഞു പഠിക്കാൻ പറ്റും. ഇക്ക ഇങ്ക ഇങ്ങ, ഇച്ച ഇഞ്ച ഇഞ്ഞ, ഇട്ട ഇണ്ട ഇണ്ണ, ഇത്ത ഇന്ത ഇന്ന, ഇപ്പ ഇമ്പ ഇമ്മ, ഇയ്യ ഇല്ല ഇവ്വ, ഇറ്റ ഇൻഡ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ നോക്കി, നമുക്ക് അതേപോലെ ഷ വരുന്നുണ്ട്. ഷ.
ഇതെന്താണ്? അക്ഷരം ഏതാ? ഷ പ്ലസ് ഷായ ആണല്ലേ. അതേപോലെ ദാ വരുന്നുണ്ട്, ദ പ്ലസ് ദ. ദ കണ്ടോ എങ്ങനെ എഴുതിയിരിക്കുന്നേ? ഒരു ധാ എഴുതി, അതിന്റെ ഒരെണ്ണം കൂടി ഇടുക. ദാ അദ്ദേഹം എന്നൊക്കെ നമ്മൾ എഴുതുന്ന ധായാണ്. ഇനി നോക്കിയാൽ അതേപോലെ നമുക്ക് സാ വെച്ച് വരുന്നുണ്ട്, സ പ്ലസ് സാ വരുന്നുണ്ട്, സ മനസ്. അതേപോലെ നമുക്ക് കുറച്ച് അക്ഷരങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ കൂട്ടക്ഷരങ്ങൾ ഈ ഓർഡറിൽ പഠിച്ചു നോക്കുക. ഈ എത്ര അക്ഷരങ്ങൾ നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്, നമുക്ക് യൂസ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ് അല്ലേ. എല്ലാ വാക്കുകൾ എഴുതുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടക്ഷരങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓർഡറിൽ തന്നെ നന്നായിട്ട് വായിക്കാൻ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂട്ടക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കുക. ടീം CC+ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് കളരി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബാച്ച് ക്ലാസ്സസും ഉണ്ട്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ വിദേശത്ത് പഠിക്കുന്ന മക്കൾക്കൊക്കെ എന്താണ്, അവർ ഹിന്ദിയൊക്കെ ചൂസ് ചെയ്യുന്നവരുണ്ട്, അപ്പം മലയാളം ചൂസ് ചെയ്യാറില്ല. അപ്പം മലയാളം പഠിക്കാൻ എന്ത് ചെയ്യും എന്ന് തോന്നിയിരിക്കുന്ന പേരൻസ് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. CC+ലെ എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മലയാളം സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾ കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ അവർക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് അക്ഷരങ്ങളാണ് വരുന്നത്? ന, ട, ഇപ്പം മണ്ഡപം, നയും ഢായും കൂടെ ഒക്കെ ഒരുമിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല അത് ഏത് അക്ഷരങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്, എല്ലാ അക്ഷരങ്ങളും ഉച്ചാരണങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത്, എല്ലാ കാര്യങ്ങളും അവരോട് ഇപ്പോൾ പറയുമ്പോൾ തന്നെ എഴുതുന്ന രീതിയിൽ നമ്മൾ ആക്കി തരുന്നുണ്ട്. അപ്പം ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, എല്ലാ സ്റ്റുഡൻസിനും കളരിയിൽ ജോയിൻ ചെയ്യാം. മലയാളത്തിൻ്റെ എല്ലാ ബേസ് മുതൽ ഏറ്റവും ടോപ്പ് വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പ് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നുണ്ട്, 800 rupees ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. സർ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല കളിച്ച് ചിരിച്ച് അടിപൊളിയായിട്ട് നമുക്ക് മലയാളം പഠിക്കാൻ പറ്റും അല്ലേ. കോൺടാക്ട് ചെയ്യുക, കളരി ബാച്ചിലേക്ക് കോൺടാക്ട് ചെയ്യാൻ 9496949929 കോൺടാക്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സസിൽ കാണാം. എല്ലാവരും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു, ബൈ.